അതിവേഗം ബഹുദൂരം എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർത്ത് എന്ത് പ്രവർത്തനമാണെങ്കിലും, അത് ആരെങ്കിലും സഹായിക്കുന്നതിലാണെങ്കിലോ വികസന പ്രവർത്തനമാണെങ്കിലോ മറ്റെന്ത് പ്രവർത്തനത്തിലാണെങ്കിലോ ഉമ്മൻചാണ്ടിയുടെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് അതിവേഗം ബഹുദൂരം എന്നുള്ളതാണ്. അതിന്റെ എത്ര ഉദാഹരണങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ. ഒരു 6 കൊല്ലമാണ് അദ്ദേഹത്തിന് ഭരിക്കാൻ സാധിച്ചത്. അവസാനത്തെ ടൈം 1 കൊല്ലവും, ആദ്യത്തെ ഭരണത്തിന് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് മുമ്പ് ഒരു ടൈമും, അതിനുശേഷം 5 കൊല്ലമാണ് അദ്ദേഹത്തിന് ഭരിക്കാൻ സാധിച്ചത്. കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം എടുത്താൽ മതി ഉമ്മൻചാണ്ടി എന്തായിരുന്നു കേരളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അദ്ദേഹത്തിനെ നിഷ്ഠൂരം സ്ത്രീ വിഷയവും പറഞ്ഞ്, സോളാർ വിഷയവും പറഞ്ഞ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെയും ഈ നാട്ടിലെ എതിർകക്ഷികളെന്ന് അവകാശപ്പെടുന്ന CPM-ഉം മറ്റ് ഇതര സംഘടനകളും അദ്ദേഹത്തെ തേജോവധം ചെയ്തതിന് അതിനൊക്കെ സാക്ഷികളാണ് നമ്മളെല്ലാവരും. ഒരു സാധാരണക്കാരനെ അത്രത്തോളം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹമൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവരില്ലാതായി പോയനെ. അത്രത്തോളം തീക്ഷ്ണമായ രീതിയിലാണ് അദ്ദേഹത്തെ തേജോവധം ചെയ്തത്. അപ്പൊ അതെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മനസാക്ഷിയാണ് എന്റെ സത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആ വിജയവും. അദ്ദേഹത്തിന്റെ മനസാക്ഷി കുറിച്ചായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ കേരളത്തിലെ ഇപ്പോ ഏറ്റവും അവസാനം ഉദ്ഘാടനം നടന്ന വിഴിഞ്ഞം പദ്ധതി എന്തായിരുന്നു CPM-ഉം LDF ഇവിടെ കാണിച്ചു കൂട്ടിയത്? ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രസംഗം കേട്ടാൽ മതിയല്ലോ. അഴിമതി ആരോപണങ്ങൾ പറഞ്ഞ് ഈ പദ്ധതിയെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നടക്കില്ല എന്ന് ഒറ്റ വാക്കിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്തെങ്കിലും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അതിന് സർക്കാർ പൂർണ്ണ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുമെന്ന് പറഞ്ഞു. അത്രത്തോളം ജനകീയമായി, അത്രത്തോളം സുതാര്യമായിട്ട് ഒരു വികസന പ്രവർത്തനം കാഴ്ചവെച്ച് ഇപ്പോ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് അന്ന് സമരം ചെയ്തവര് ഈ കാണ്ടാമൃഗത്തിനേക്കാളും തൊലിക്കട്ടിയോടെ ഇപ്പൊ നെളിഞ്ഞു നിന്ന് വരുമ്പോ ഈ മനുഷ്യനെ ഓർക്കാതെ കേരളം എങ്ങനെ കടന്നുപോകും? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് നമുക്ക് ഏവർക്കും ഒരു മാതൃകയാണ്. സഹനത്തിന്റെ, ക്ഷമയുടെ പര്യായമായിരുന്നു അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകാ പുരുഷൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലീഡർ K കരുണാകരന് ശേഷം കേരളക്കര കണ്ട ശക്തനായ ഒരു ജനപ്രതിനിധിയാണ് ഉമ്മൻചാണ്ടി. കേരളം കണ്ട ശക്തനായ ഒരു മുഖ്യമന്ത്രി